ഓരോ ഉത്സവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ശരീരത്തിലെ രക്തയോട്ടം പോലെയാണ് ഉത്സവങ്ങൾ. എന്നാൽ അവ നഷ്ടപ്പെടുമ്പോഴോ? താളമേള ലയങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൂരമോ ഉത്സവമോ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടക്കടൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. തുറവൂർ ഉത്സവം കഴിഞ്ഞു, തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം അവസാനിച്ചിരിക്കുന്നു. അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ അവസാനിച്ചു. എന്നാൽ ഒരു ഉത്സവകാലം കൂടി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ പുതിയ ഉത്സവകാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കൂടെ അവർ ഉണ്ടായിരുന്നു. ആരാണെന്നല്ലേ? പറയാം. മധ്യ കേരളത്തിലെ ഉത്സവ രാവുകൾക്ക് തുടക്കം കുറിക്കേണ്ട ചരിത്ര പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം ഈ മാസം 17-ന് കൊടിയേറുകയുണ്ടായി. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും എല്ലാം. അതെ, എല്ലാം നിയന്ത്രണങ്ങളിലൂടെ മാത്രം. 15 ആനകൾ നിൽക്കേണ്ട സ്ഥാനത്ത് 3 ആനകൾ മാത്രം. പക്ഷേ ചങ്ങലക്കിലക്കങ്ങൾ അലയടിക്കുന്ന വഴിയോരത്തും സായാഹ്ന സൂര്യൻ തെളിമേകുന്ന നെറ്റിപ്പട്ടങ്ങൾ അണിഞ്ഞ് ചെവിയാറ്റി നിൽക്കുന്ന ഓരോ ഗജേന്ദ്രയ്ക്ക് മുമ്പിലും അവർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലം വരെ അവരെ സമൂഹം പല രീതിയിൽ കാണുന്നു. ചിലർ അതിശയത്തോടെയാണ് അവരെ നോക്കിക്കാണുന്നതെങ്കിൽ ചിലർക്ക് അവർ തമാശയാണ്. മറ്റു ചിലർക്ക് ഇവർ ചോദ്യചിഹ്നവും. വേറൊരു കൂട്ടർ ഇവരെ സ്നേഹത്തോടെ നോക്കിക്കാണുന്നു. സമൂഹത്തിന്റെ കണ്ണുകളിൽ ഇവർ പല രീതിയിലാണെങ്കിലും ഈ കൂട്ടരെ സമൂഹം ഒരൊറ്റ പേരിലാണ് വിളിക്കുക: ആനഭ്രാന്തന്മാർ. ഊണിലും ഉറക്കത്തിലും ആനയും ആനക്കഥകളുമായി ജീവിക്കുന്ന 1000 ജന്മങ്ങൾ. ആനകളെ പ്രണയിക്കുന്ന ഒരു നാട്. പ്രണയം ചിലപ്പോൾ പലതരത്തിലാവാം. ചിലപ്പോൾ മരമായും കാറ്റായും മഞ്ഞായും മഴയായും എല്ലാം. പ്രണയത്തിന് ചട്ടക്കൂട്ടിലുള്ള വിലയിരുത്തൽ കാണുമ്പോൾ നമുക്ക് ആനയുടെ കഥകൾ തന്നെയാണ് ഓർമ്മ വരിക. തീർച്ചയായും ആന ഒരു സംഭവം തന്നെയാണ്. സുന്ദരമായ വലിപ്പമുള്ള ദൈവത്തിന്റെ ഒരു സൃഷ്ടി. പലർക്കും പല വശത്തു നിന്നും പലതായവൻ. അത് കൊമ്പനോ പിടിയോ ആയിക്കോട്ടെ. അങ്ങനത്തെ പ്രണയത്തെ ചട്ടക്കൂട്ടിലിട്ട് നൈമിഷികമെന്നോ പ്രാന്തെന്നൊക്കെ പറയാമോ? പല മനുഷ്യർക്ക് പ്രാന്തായതുകൊണ്ട് മനുഷ്യ സൃഷ്ടി മുഴുവൻ പ്രാന്തന്മാരാകുമോ? അപ്പൊ മനുഷ്യനെ പോലെ എപ്പോൾ വേണമെങ്കിലും പ്രാന്ത് പിടിക്കാവുന്ന പ്രണയവുമുണ്ട്. ആ പ്രണയമാണ് നമ്മുടെ ആനഭ്രാന്ത്. പക്ഷേ ഈ വർഷം 2020 എല്ലാം നിയന്ത്രണങ്ങളിലൂടെ മാത്രം. ജീവിതം തന്നെ പല അവസരങ്ങളിലും ദുർഘടമായ അവസ്ഥയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എവിടെ എത്തും, എങ്ങനെ അവസാനിക്കുമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം വരും വർഷങ്ങളിൽ എല്ലാം നേരെയാകുമെന്ന്. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാംസ്കാരിക കേരളം ഉത്സവകാലത്തിനായി മാറ്റൊലി കൂട്ടുമ്പോൾ ഇവർക്കതൊരു പുതുവർഷത്തിന്റെ തുടക്കമാണ്. കാരണം ഇവരും പൂരം മുതൽ പൂരം വരെ വർഷം കണക്കാക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇവരാണ് ആ സമൂഹം എന്ന് നമുക്ക് പറയാം. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഇവർക്കിടയിൽ യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ ഇവർക്ക് പല ദൈവങ്ങളുണ്ട്. ഇവരിലെ മുതിർന്നവർക്ക് കേശവനാണ് ദൈവമെങ്കിൽ ചിലരുടെ ദൈവം പത്മനാഭൻ, മറ്റു ചിലർക്ക് അത് രാമചന്ദ്രനാണ്. വേറൊരു വിഭാഗം കേശവനാണെങ്കിൽ ഒരു കൂട്ടർ രാജനെ ആരാധിക്കുന്നു. മറ്റൊരു വിഭാഗം ശിവരാജുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഒരു കൂട്ടർക്ക് അത് കർണനായിരിക്കും. അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ അവർക്കുണ്ട്, പല പേരുകളിൽ. പക്ഷെ ഈ ദൈവങ്ങൾക്കെല്ലാം ആനയുടെ രൂപമാണ്. കേരളത്തിലുള്ള പോലെ ആനപ്രേമം ലോകത്തിലെ മറ്റൊരു കോണിലും കാണില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ ആനയെ നോക്കിക്കാണുമ്പോൾ അവനൊന്നും തോന്നുകയില്ല. ഏതോ ഒരാളുടെ ഏതോ ഒരു ആന, അത്രയുള്ളൂ. പക്ഷേ ആനഭ്രാന്തന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ, അവരെ പോലെ ചിന്തിക്കുമ്പോൾ ആ ആനയ്ക്ക് അതുവരെ കാണാത്ത 1000 പ്രത്യേകതകൾ നമ്മൾ കാണുന്നു. ആനച്ചന്തം നമ്മൾ തിരിച്ചറിയുന്നു. എന്തിനേറെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഈ ആന കിടിലനാട്ടോ. ആനപ്രാന്ത് എന്ന വാക്കുകൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതുതന്നെയാണ് അവർ. ഒരു ആനയുടെ ചങ്ങലക്കിലുക്കം കേട്ടാൽ അവർ സ്വയം മറക്കും. പിന്നെ അവരുടെ ഓരോ നിമിഷവും ആ ആനയോടൊപ്പമായിരിക്കും. ഏതാണ് ആ ഗജവീരൻ എന്നറിയാതെ അവർക്ക് സമാധാനമുണ്ടാകില്ല. ചിലപ്പോൾ ചെയ്യുന്ന കാര്യം വരെ അവർ മറന്നുപോകും. എന്നിട്ട് ആ ചങ്ങലക്കിലുക്കത്തിന് പിന്നാലെ പായും. പിന്നെ ആ ദിവസം ആനയോടൊപ്പമായിരിക്കും. ചിലപ്പോൾ ദിവസം എന്നുള്ളത് ആഴ്ചകൾ വരെയാകും. ഇങ്ങനെയുള്ള യാത്രകളാണ് അവരെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നതും ഒരൊറ്റ സമൂഹമാക്കി മാറ്റുന്നതും. ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ഇവർക്ക് ഹരമാണ്. കാരണം പുത്തൻ പുത്തൻ ആനവിശേഷങ്ങളിൽ പങ്കുവയ്ക്കുവാനുള്ള വേദിയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ. ഒരുപാട് രസകരമായ നിമിഷങ്ങൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ കാണുവാൻ സാധിക്കും.
തങ്ങളുടെ ആരാധനാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടി പരസ്പരം ചെറിയ ചെറിയ തർക്കങ്ങളും തമാശകളും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം അവരെ അകറ്റുന്നതിനു പകരം വളരെ വളരെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, ഇങ്ങനെ അല്ലാതെ കാണുവാൻ സാധ്യതയില്ലാത്തവർ പരസ്പരം ഉറ്റ ചങ്ങാതികളായി മാറുന്നു, ജീവിതത്തിന്റെ ഭാഗമാകുന്നു. ഒരു ഗജവീരൻ എന്തെങ്കിലും നേടിയാൽ, അവൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവർ ഒന്നിച്ചോടിയെത്തുന്നു, പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു, അങ്ങനെ അവർ ഒന്നായി മാറുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും. കണ്ടിട്ടില്ലാത്ത എത്രയോ പേർ എത്രയോ ഗ്രൂപ്പുകളിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്നു, വിവരങ്ങൾ കൈമാറുന്നു, സ്നേഹങ്ങൾ പങ്കുവെക്കുന്നു, ആനകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, കുശലം പറയുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ നിരാലംബരായ ചട്ടക്കാർക്കും സഹായഹസ്തങ്ങൾ ചെയ്യുന്നു. അതിനുവേണ്ടി പലരും ചാരിറ്റി സംഘടനകൾ രൂപീകരിക്കുന്നു. 24 മണിക്കൂറും ഇതിന്റെ പുറകെ നടന്ന് ചട്ടക്കാരെ സഹായിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാലടി ബിനു നേതൃത്വം കൊടുക്കുന്ന ഒരു കൈ സഹായം എന്ന ആ സംരംഭം. അപകടങ്ങളിൽപ്പെട്ട ചട്ടക്കാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അപകടങ്ങളിൽപ്പെട്ടവരെ സഹായിക്കാനും അതുവഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇതുപോലുള്ള ഗ്രൂപ്പുകൾക്ക് ഇനിയും സാധിക്കും. ഇവിടെയെല്ലാം ഉള്ളവർ പലരും ഒത്തുകൂടി ഇതുപോലെ സംഘടനകൾ ചെയ്യുന്നത് തീർച്ചയായും നല്ല കാര്യങ്ങൾ തന്നെയാണ്, തീർത്തും നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ്. പക്ഷേ ഒരു കാര്യം, ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സംസാരങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനും ശ്രമിക്കുക. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് ശിവന്റെ കാര്യം തന്നെ എടുക്കാം. ഇരണ്ടക്കെട്ട് എന്ന മാരകമായ രോഗം. പക്ഷേ പല വാർത്തകളും ആശ്വാസകരമല്ലാത്തതായിരുന്നു. നിങ്ങളുടെ ശിവസുന്ദർ ചരിഞ്ഞു എന്ന് കേട്ടപ്പോൾ നെഞ്ചിലൊരു നീറ്റൽ. അപ്പോഴേക്കും ഫേസ്ബുക്കിലെ ശിവസുന്ദറിന്റെ അടക്കം ആനപ്രേമി പേജുകളിൽ വിയോഗ വാർത്തയായി നിറഞ്ഞിരുന്നു. ഉത്രാളിയും കുറ്റിയങ്കാവും പാലക്കലും അടക്കം പതിവ് പൂരത്തിന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും തൃശൂർ പൂരത്തിനവൻ പൂരനായകനായി മടങ്ങിവരുമെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. ഡാൻസ് പേജിലടക്കം അവന്റെ ആരോഗ്യ വാർത്തകൾ അപ്ഡേറ്റ് ആയിരുന്നു. അതിനിടയിലാണ് അവൻ വല്ലാത്തൊരു പോക്ക് പോയത്. ഒരാന ചെറിഞ്ഞാൽ ഇത്രയൊക്കെ സങ്കടപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാ ആനയും ഒരുപോലെ അല്ലേ എന്ന് ചോദിച്ചവരുമുണ്ട്. എന്നാൽ ആന ഒരു വികാരമാണെന്നും അത് കേരളത്തുകാർക്കും പിന്നെ ആനപ്രേമികൾക്കും അതുകൂടാതെ തൃശൂർക്കാർക്ക് കുറച്ച് ആനപ്രാന്ത് കൂടുതലാണെന്ന് തന്നെയുമായിരുന്നു അതിന്റെ മറുപടി. ഉത്സവകാലം തുടങ്ങിയാൽ ഇവരുടെ ലോകത്ത് ഇവർ മാത്രമേ ഉണ്ടാകൂ. അവിടെ ആനയും ആനക്കഥകളും മാത്രമേ അലയടിക്കൂ. മറ്റൊന്നിനും ഇവർക്കിടയിൽ യാതൊരു പ്രാധാന്യവും ഉണ്ടാകില്ല. ഇവിടെ പ്രായത്തിനും പദവിക്കും സ്ഥാനമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇവർ ഒരു ഗജവീരന്റെ വിയോഗത്തിൽ കരയുന്നു, നേട്ടത്തിൽ സന്തോഷിക്കുന്നു. ആ ഗജവീരൻ സ്വന്തമല്ലെങ്കിലും അവർക്ക് സ്വന്തമാണ്. കാരണം ആനഭ്രാന്ത് അതൊരു വികാരമാണ് അവർക്ക്, അല്ല ഞങ്ങൾക്ക്. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആനഭ്രാന്തരാണ്. അതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. സ്നേഹത്തോടെ ഗജരാജ പെരുമാ.